നമസ്കാരം. മലയാള സിനിമാ ചരിത്രത്തിലെ നാഴികക്കല്ലാണ് ഇന്ന് പിറന്നത്. ഇന്ന് ഇന്ത്യൻ സമയം വെളുപ്പിന് 6 മണിക്ക് ലോകമെമ്പാടും ഒരു മലയാള സിനിമ റിലീസ് ചെയ്തു. അമേരിക്കയിലും ബ്രിട്ടനിലും ഗൾഫിലും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലും വടക്കേ ഇന്ത്യയിൽ ഉൾപ്പെടെ ഈ സിനിമ ഒരേ സമയത്ത് റിലീസാവുന്നു. കേരളത്തിൽ മാത്രം 750 റിലീസുകളാണ് വെളുപ്പാങ്കാലത്ത് സംഭവിച്ചത്. മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ആദ്യ ദിനം തന്നെ 50 കോടിയുടെ കളക്ഷൻ എന്നതും മലയാള സിനിമയിലെ മഹാത്ഭുതമാണ്. ഇതിനു മുമ്പ് മഹാത്ഭുതം എന്ന് നമ്മൾ വിശേഷിപ്പിച്ച ഒരു സിനിമ ആടുജീവിതമായിരുന്നു. ആ സിനിമയ്ക്ക് വേണ്ടി പൃഥ്വിരാജ് മാത്രമല്ല മലയാള സിനിമാ ലോകം മുഴുവൻ ഒരുമിച്ച് തള്ളിയെങ്കിലും അതിന് മുതൽ മുടക്ക് പോലും തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ അങ്ങനെയല്ല, പൃഥ്വിരാജിൻ്റെ മോഹൻലാലിൻ്റെ താരപരിവേഷം ഉറപ്പാക്കുന്ന എമ്പുരാൻ്റെ റിലീസിൽ കേരളം കോൾമയർ കൊണ്ട് നിൽക്കുന്നു. കേരളത്തിൽ ഇന്നേ വരെ എങ്ങനെയൊരു തരംഗം ഉണ്ടായിട്ടില്ല എന്നതാണ് വാസ്തവം. എങ്ങും എമ്പുരാൻ തരംഗമാണ്. ഓൺലൈനിൽ ടിക്കറ്റ് കിട്ടാനില്ല. എമ്പുരാനെ കുറിച്ച് സംസാരിക്കാത്ത ഒരു വീടുമില്ല. പൊതുവെ സിനിമ കാണാത്തവർ പോലും എമ്പുരാനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു. രാവിലെ 6 മണിക്ക് റിലീസ് ചെയ്ത എമ്പുരാൻ ഒരു ഷോ കഴിയുമ്പോൾ അടുത്ത ഷോ എന്ന നിലയിൽ റിലീസ് ചെയ്ത എല്ലാ തിയേറ്ററുകളിലും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. രാത്രി 11:55 വരെ പുതിയ ഷോകൾ ഇന്ന് തുടങ്ങുന്നുണ്ട് എന്നതാണ് സത്യം. ഇതുപോലെ ആവേശത്തോടെ ഒരു സിനിമ റിലീസിംഗ് മലയാളത്തിൽ ഉണ്ടായിട്ടില്ല. ഇനി ഉണ്ടാവുമോ എന്ന് ഉറപ്പുമില്ല. മോഹൻലാലും മമ്മൂട്ടിയും അടക്കമുള്ള താരരാജാക്കന്മാർ എല്ലാവരും ഒരുമിച്ച് ചേർന്ന 2020 അടക്കമുള്ള പല സിനിമകളും ഇതിനു മുൻപ് ഇറങ്ങിയിട്ടുണ്ടെങ്കിലും എമ്പുരാന് കിട്ടിയ ഒരു ഹൈപ്പ് മറ്റൊരു സിനിമയ്ക്കും കിട്ടിയിട്ടില്ല. അങ്ങനെ സിനിമ മുമ്പോട്ട് പോവുകയാണ്. സിനിമയെക്കുറിച്ച് ഇപ്പോൾ പുറത്തു വരുന്നത് സമ്മിശ്രമായ പ്രതികരണമാണ്. സിനിമ തരക്കേടില്ല എന്നാണ് പൊതുവെയുള്ള അഭിപ്രായം. അസാധാരണമായ ഫ്രെയിമിൽ മലയാള സിനിമയ്ക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ കഴിയാത്ത വിധത്തിൽ അതിശക്തമായ ഒരു സിനിമയായി എമ്പുരാൻ മാറിയിരിക്കുന്നുവെന്ന് തന്നെയാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. കാശ് മുടക്കി കാശ് വാരുന്ന ബോളിവുഡ് സിനിമകളുടെ വഴികളിലേക്ക് ഇല്ലോളമില്ലാത്ത മലയാള സിനിമയും എത്തിയിരിക്കുന്നു. ഇത്രയേറെ പണം മുടക്കിക്കൊണ്ട് റിസ്ക് എടുക്കാൻ മലയാള സിനിമയ്ക്കും കഴിയും എന്ന സന്ദേശമാണ് എമ്പുരാൻ നൽകുന്നത്. 5 വർഷം മുമ്പ് ഇറങ്ങിയ ലൂസിഫറിൻ്റെ 2ാം ഭാഗമായ എമ്പുരാൻ ലൂസിഫറിനെയും മറികടന്ന് മുന്നേറുമെന്ന് തന്നെയാണ് വിപണിയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ. എന്നാൽ ലൂസിഫറിനോളം എത്തിയില്ല. പ്രതീക്ഷ അതിനേക്കാൾ ഏറെ ആയതുകൊണ്ട് ആരാധകർക്ക് ചെറിയ നിരാശയുണ്ട് എന്ന റിപ്പോർട്ടുകളുമുണ്ട്. ഇടയ്ക്കൊരു കാര്യം ബോധപൂർവം പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കട്ടെ. ഈ സിനിമയുടെ റിവ്യൂ അല്ലെങ്കിൽ വിലയിരുത്തലല്ല ഈ വീഡിയോ. ഈ സിനിമ റിവ്യൂ ചെയ്യാൻ ഞാൻ ഈ സിനിമ കണ്ടിട്ടില്ല. ഈ സിനിമ ഞാൻ കാണാൻ പോകുന്നത് നാളെയാണ്. അതിനുശേഷം ഈ സിനിമയെക്കുറിച്ച് കൃത്യമായ വിലയിരുത്തൽ നടത്തുന്നതാണ്. കേരളത്തിലെ മുഴുവൻ പത്രങ്ങളും മാധ്യമങ്ങളുമൊക്കെ സിനിമയ്ക്ക് അനുകൂലമായ നിലപാടാണ് എടുക്കുന്നത്. ആ അനുകൂല നിലപാടെടുക്കുന്നത് ബോധപൂർവമുള്ള നിലപാടാണോ അതോ ആത്മാർത്ഥമായ നിലപാടാണോ എന്ന് എനിക്ക് പറയണമെങ്കിൽ ഞാൻ ആ സിനിമ കാണണം. നിഷ്പക്ഷമായ മനസ്സോടെ ആ സിനിമ കണ്ടതിന് ശേഷം വിലയിരുത്താം. ഇപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം ആ സിനിമയുടെ ഹൈപ്പ് അതിശക്തമായി നിലനിൽക്കുന്നത് കൊണ്ടാണ്. മറുനാടൻ മലയാളിയിൽ എൻ്റെ വീഡിയോകൾ എന്ന് പറയുന്നത് ഓരോ ദിവസവും കേരളത്തിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയങ്ങളെക്കുറിച്ചുള്ള പരാമർശമാണ്. ഇന്ന് കേരളത്തിലെ മുഴുവൻ പേരും ചർച്ച ചെയ്യുന്നതും ആകാംക്ഷയോടെ പരസ്പരം ചോദിക്കുന്നതും എമ്പുരാനെ കുറിച്ചാകുമ്പോൾ അതേക്കുറിച്ചൊരു വീഡിയോ ചെയ്യാതിരിക്കുന്നത് അഭംഗിയായതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. വീണ്ടും ആവർത്തിക്കുന്നു, സിനിമ കണ്ടതിന് ശേഷമുള്ള ഒരു റിവ്യൂ അല്ല. സിനിമയെക്കുറിച്ച് പറഞ്ഞു കേൾക്കുന്ന കാര്യങ്ങൾ, സിനിമയുമായി ബന്ധപ്പെട്ട് എമേർജ് ചെയ്തു വരുന്ന ചില സത്യങ്ങൾ, അവ മാത്രമാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരോട് അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ലൂസിഫർ എന്ന 1ാം ഭാഗം വിഭാഗീയതയില്ലാതെ മലയാളി സമൂഹം സഹർഷം സ്വാഗതം ചെയ്തെങ്കിൽ എമ്പുരാൻ്റെ സ്ഥിതി അങ്ങനെ ആവില്ല എന്നാണ് സിനിമ റിലീസ് ചെയ്തതിനു ശേഷം കിട്ടുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ലൂസിഫർ തികഞ്ഞൊരു എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്കും സിനിമ എന്ന അർത്ഥത്തിൽ കണ്ടാസ്വദിക്കാൻ പറ്റുന്ന ഒന്ന്. എന്നാൽ എമ്പുരാൻ ഒരു രാഷ്ട്രീയ സിനിമയാണെന്നും ആ രാഷ്ട്രീയത്തിൽ പക്ഷപാതിത്വമുണ്ടെന്നും ആ പക്ഷപാതിത്വം ഈ സിനിമയുടെ ഭാവിയെ ബാധിക്കുമെന്നുമുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അതിശക്തമായ പ്രചരണവും അഡ്വാൻസ് ബുക്കിങ്ങും ഒക്കെ ഉള്ളതുകൊണ്ട് സിനിമ കളക്ഷനിൽ തരക്കേടില്ലാത്ത നേട്ടം കൊയ്തേക്കാം. പ്രത്യേകിച്ച് ഏതാണ്ട് ഒരാഴ്ചയോളം സിനിമയുടെ ബുക്കിംഗ് ഏതാണ്ട് പൂർത്തിയായിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ. എന്നാൽ സിനിമയിലെ രാഷ്ട്രീയം വലിയ വിവാദമായിരിക്കുന്നു. ആ സിനിമ ബോധപൂർവം ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയെയും കേന്ദ്ര സർക്കാരിനെയും RSSനെയും ഒക്കെ അപമാനിക്കുക എന്ന ലക്ഷ്യത്തിൽ രചിക്കപ്പെട്ട തിരക്കഥയുടെ ബാക്കി പത്രമാണ് എന്ന തരത്തിൽ വിമർശനം ആരംഭിച്ചു കഴിഞ്ഞു. ഈ സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്നത് രാഷ്ട്രീയം തന്നെയാണ്. ഗുജറാത്ത് കലാപത്തിന് കാരണമായ ഗോദ്രയിലെ ട്രെയിൻ കത്തിപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ആരംഭിക്കുന്ന സിനിമ ആ ട്രെയിൻ അപകടത്തെ തുടർന്നുണ്ടായ കലാപത്തിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട ഒരാളുടെ പ്രതികാരത്തിൻ്റെ മധുര കഥയായി
ഈ സിനിമയെ അവതരിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സിനിമയുടെ രാഷ്ട്രീയം വലിയ വിവാദത്തിന് കാരണമായിരിക്കുന്നു. വലിയ തോതിലുള്ള ഗോഗോ വിളികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. മലബാർ കലാപത്തിന്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് കേരളത്തിലുണ്ടായ വിവാദത്തിന്റെ ഒരു ഭാഗം ചേരുകയും മലബാർ കലാപകാരികളുടെ ഹീറോയായ വാര്യൻ കുന്നനായ വേഷം കെട്ടും എന്ന് പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ മുതൽ സംഘപരിവാർ അണികളുടെ നോട്ടപ്പുള്ളിയാണ് പൃഥ്വിരാജ്. ആ പൃഥ്വിരാജ് തൻ്റെ ജീവിതത്തിലെ രാഷ്ട്രീയം ഒരിക്കൽ കൂടി സിനിമയിലൂടെ പ്രദർശിപ്പിച്ച് മോദിയെയും സംഘപരിവാറിനെയും അപമാനിക്കുന്നു എന്ന ആരോപണമായി സംഘപരിവാർ പ്രവർത്തകർ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞാടുന്നു. ചിലർക്ക് അഡ്വാൻസ് ബുക്കിംഗ് ക്യാൻസൽ ചെയ്തിട്ട് ക്യാൻസൽഡ് എന്ന് എഴുതി അതിൻ്റെ സ്ക്രീൻഷോട്ട് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്നുണ്ട്. ബുക്ക് ചെയ്ത അനേകം പേർ സിനിമ ക്യാൻസൽ ചെയ്ത് കിട്ടുന്നത് വാങ്ങി തടി തപ്പുന്നു എന്നാണ് ചില വാർത്തകൾ സൂചിപ്പിക്കുന്നത്. പൃഥ്വിരാജിനെ അടുപ്പക്കാർ രാജു എന്ന് വിളിക്കുമ്പോൾ ഇഷ്ടമില്ലാത്തവൻ രാജപ്പൻ എന്നാണ് അഭിസംബോധന ചെയ്യുന്നത്. രാജപ്പൻ വിളികളാൽ മുഖരിതമാണ് സോഷ്യൽ മീഡിയ. വാസ്തവത്തിൽ സിനിമയുടെ രാഷ്ട്രീയ മാനം ചർച്ചയാവുന്ന തരത്തിലുള്ള തുടക്കമിട്ടത് സംഘപരിവാർ ഭാഗത്തു നിന്നല്ല. മോഹൻലാലുമായി നല്ല ബന്ധമുള്ള സംഘപരിവാറുകാർ മോഹൻലാലിനെ അപമാനിക്കാതിരിക്കാനാവാം നിശബ്ദത പാലിച്ചത്. പക്ഷെ വിവാദം കൊഴുക്കട്ടെ എന്ന് കരുതിയാവാം അന്തരിച്ച CPIM സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ മകനും സിനിമാ നടനുമായ ബിനീഷ് കോടിയേരി സംഘപരിവാറിനെ ചൊറിഞ്ഞുകൊണ്ട് ആദ്യം പോസ്റ്റ് ഇട്ടത്. ഇന്നത്തെ ഇന്ത്യയിൽ ഒരു ബിഗ് ബജറ്റ് പടം സംഘപരിവാർ ഗുജറാത്തിൽ കലാപം നടത്തി രാജ്യം ഭരിക്കുകയാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ, അതിൽ ആഭ്യന്തരമന്ത്രിയാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് എന്ന് പച്ചയ്ക്ക് പറയുന്നുണ്ടെങ്കിൽ അതിന് ചില്ലറ ധൈര്യം പോരാ. സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക് അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞ് മോദി സർക്കാരിനെയും അമിത്ഷായെയും നേരിട്ട് ചൊറിഞ്ഞുകൊണ്ട് ആദ്യം രംഗത്ത് വന്നത് ബിനീഷ് കോടിയേരിയായിരുന്നു. അത് സംഘവിരുദ്ധ ഗ്രൂപ്പുകൾ ഏറ്റെടുക്കുകയും വലിയ തോതിൽ പൃഥ്വിക്കും സംഘത്തിനും അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് അവർ രംഗത്ത് വരികയും ചെയ്തു. എല്ലാ ആക്ഷനും ഒരു റിയാക്ഷൻ ഉണ്ട് എന്ന് പറയുന്നത് പോലെ പൊടുന്നനെയാണ് സംഘപരിവാർ ഗ്രൂപ്പുകൾ സിനിമയ്ക്കെതിരെ രംഗത്ത് വന്നത്. ജനം ടിവിയിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ അനിൽ നമ്പ്യാർ എങ്ങനെ എഴുതി, അപ്പോൾ എങ്ങനെ ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടതിന് എന്നെ തെറി വിളിച്ചവന്മാർക്ക്, പ്രത്യേകിച്ച് ഏട്ടൻ ഫാൻസിന് സന്തോഷമായല്ലോ, രാവിലെ എഴുന്നേറ്റ് പോയന്മാർക്ക് വയറ് നിറച്ച് കിട്ടിയല്ലോ. ഇതായിരുന്നു അനിൽ നമ്പ്യാരുടെ പോസ്റ്റ്. മറ്റൊരു പോസ്റ്റ്, എടാ രാജപ്പ, ഗോദ്രയിൽ ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിന് തനിയെ തീപിടിച്ചതല്ല, തൊപ്പിയിട്ട ടീം തീയിട്ടതാണ്, അതിൽ വെന്തു മരിച്ചത് ഞങ്ങളുടെ സഹോദരങ്ങളും. ഒരു സംഘപരിവാർ ഗ്രൂപ്പിൽ കൃത്യമായി എഴുതി, ഒളിച്ചു കടത്തലല്ല, നേരിട്ട് തന്നെയാണ് കൊണ്ടു നടന്നവർ തന്നെ തള്ളിപ്പറയും. അർജുൻ സി വനജ്, ഹോളിവുഡ് മേക്കിംഗ്, ബട്ട് രാജപ്പൻ മോഹൻലാലിനെ വെച്ച് വാര്യംകുന്നിന്റെ സ്വഭാവം കാണിച്ചു. പിന്നെ രാജപ്പ, കുംഭമേള കഴിഞ്ഞ് മടങ്ങുന്ന സാധുക്കളെ ട്രെയിനിന് തീ വെച്ച് ഇല്ലാതാക്കിയത് അജ്ഞാതരല്ല കേട്ടോ. നീ പടം വെച്ച് ആരെ സുഖിപ്പിക്കാനാണോ നോക്കിയത്, അവർ തന്നെ നിന്റെ ശത്രുക്കളാകുന്ന കാലം വിദൂരമല്ല. MR രതീഷ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നിൽ കണ്ട് UDFന് വേണ്ടി ഇറക്കിയ സിനിമ എമ്പുരാൻ ഇപ്പോൾ എങ്ങനെ ഇരിക്കണോ. ശ്രീധരൻ ഫാൻസ് എന്ന ഗ്രൂപ്പിൽ ഇങ്ങനെ പറയുന്നു, രായ്പൻ ഡയറക്ടറി ബ്രില്യൻസ് കാണിച്ച് സംഘികളെ കൊണ്ട് സുഡാപ്പികൾക്ക് വേണ്ടി പടമെടുത്തു. 2002 ഗുജറാത്ത് കലാപം മുതലെടുത്ത് ഉയർന്നു വരുന്ന ഹിന്ദുത്വ വില്ലൻ, ഗർഭിണിയെ റേപ്പ് ചെയ്തു കൊല്ലുന്ന വില്ലന്മാർ, കുട്ടികളെയും വയസ്സായവരെയും വല്ല കൊല്ലുന്നവർ, കേന്ദ്ര അന്വേഷണ ഏജൻസികളെ അധികാരത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു, അതിന് ആഭ്യന്തരമന്ത്രിയെ വിളിക്കാൻ പറയുന്നു, അതായത് അമിത്ഷാ. ഹിന്ദി അറിയാം എന്ന് പറഞ്ഞ് കാറിൽ കയറി കേന്ദ്ര വില്ലനെ കാണാൻ പോകാൻ ശ്രമിച്ച കോമാളിയാവുന്ന ഹിന്ദി സംസാരിക്കാൻ ശ്രമിക്കുന്ന കേരള ദേശീയ പാർട്ടി നേതാവ്, 35 സീറ്റ് ഞങ്ങൾ നേടും, കേരളം ആര് ഭരിക്കണം എന്ന് ഞങ്ങൾ തീരുമാനിക്കുമെന്ന് പറയുന്ന KS, കേരളത്തിൽ അധികാരത്തിൽ വരാൻ വേണ്ടി കോടിക്കണക്കിന് പണം ഇറക്കുന്നു. കേരളത്തിൽ അധികാരത്തിൽ വരുന്നത് കേരളത്തിലെ 2 പ്രധാന പോർട്ടുകളും വിമാനത്താവളവും കണ്ടുകൊണ്ട്, അതായത് സ്വർണവും മയക്കുമരുന്നും കടത്താൻ. കേരളത്തിൽ അധികാരം കിട്ടിയില്ലെങ്കിൽ ഡ്രം ബോംബ് വെച്ച് തകർത്ത് കേരളത്തെ നശിപ്പിക്കും എന്ന ഹിന്ദുത്വ വില്ലിന്റെ പ്രസ്താവന. ഇതാണ് മോഹൻലാൽ, പൃഥ്വിരാജിന് മുരളി ഗോപി എമ്പുരാൻ. കാവിപ്പട, എടാ രാജപ്പൻ, ഗോദ്രയിൽ ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിന് തനിയെ തീ പിടിച്ചതല്ല, ജിഹാദികൾ തീയിട്ടതാണ്, അതിൽ വെന്തു മരിച്ചത് കർസേവകരായ ഹൈന്ദവ സഹോദരങ്ങളും, നീ നന്ദി കാണിച്ചതെന്ന് മനസ്സിലായി. ലസിത പാലയ്ക്കൽ, എടാ രാജപ്പ, ഗോദ്രയിൽ ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിന് തനിയെ തീ പിടിച്ചതല്ല, തൊപ്പിയിട്ട ടീം തീയിട്ടതാണ്, അതിന് വെന്തു മരിച്ചത് ഞങ്ങളുടെ സഹോദരങ്ങളും. പ്രൊപ്പവണ്ട മൂവി കോൺഗ്രസ്സുകാരെയും ജിഹാദികളെയും വെള്ളപൂശാൻ ഗുജറാത്ത് കലാപമാണ് പടത്തിന്റെ സാരാംശം. കലാപമുണ്ടാക്കാനുള്ള കാരണമായ ഗോദ്ര ട്രെയിനിന് തീ വയ്ക്കുന്ന സംഭവത്തിൽ കാണിക്കില്ല, കാണിച്ചാൽ തൊലിഞ്ഞ് മതേതരത്വം പോകുമല്ലോ. പിന്നെ ഗർഭിണിയായവരെ ബലാത്സംഗം ചെയ്യുന്ന രംഗം, അതൊന്നും ആ കലാപത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇത് മുരളി ഗോപി എന്ന കോൺഗ്രസ്സുകാരനും സുഡാപ്പികളുടെ ചെരുപ്പ് നക്കി രാജപ്പനും നന്നായി ഇണങ്ങുന്ന ഫിലിമാണ്. അഭിപ്രായം സിനിമ കണ്ടവരുടെ. പക്ഷെ ട്രെയിലറിൽ തന്നെ സൂചന തരുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. BJPക്ക് ഇട്ട് പണിതു എന്നതിലല്ല, നല്ല ഒന്നാം തരം വെളുപ്പിക്കൽ എന്നതിൽ. ഹോ ഭാഗ്യം, ഞാൻ എമ്പുരാൻ ഫസ്റ്റ് ഷോ ബുക്ക് ചെയ്തില്ല, എമ്പുരാനെ വാഴ്ത്തിപ്പാടിയില്ല, അതുകൊണ്ട് എനിക്ക് തേഞ്ഞൊട്ടേണ്ടി വന്നില്ല. ഇത്തരത്തിലുള്ള വലിയ തോതിലുള്ള ക്യാമ്പയിൻ ആരംഭിച്ചപ്പോൾ സ്വാഭാവികമായും സന്ദീപ് വാര്യരും രംഗത്ത് വന്നു.
പലപ്പോഴും വാര്യൻ കുന്നിനടക്കമുള്ള വിഷയങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ സംഘപരിവാറിന്റെ നേതാവായി ക്യാമ്പയിന് നേതൃത്വം കൊടുത്തയാളാണ് സന്ദീപ് വാര്യർ. ഇന്നിപ്പോൾ കോൺഗ്രസ്സുകാരനാണ്. സംഘപരിവാറിന്റെ എല്ലാ സോഷ്യൽ മീഡിയ പദ്ധതികളും തകർക്കാൻ ഒരു അണുബോംബായി കോൺഗ്രസ്സുകാർ കൊണ്ടു നടക്കുന്നയാളാണ് സന്ദീപ് വാര്യർ. ഒരൊറ്റ വരിയിൽ കുറിച്ചു, പറഞ്ഞു കേട്ടത് വെച്ച് എമ്പുരാൻ കാണണമല്ലോ. അതായത് സന്ദീപ് വാര്യർ എമ്പുരാൻ കാണാൻ ആഗ്രഹിച്ചിരുന്നില്ല, എന്നാൽ സംഘവിരുദ്ധമാണെങ്കിൽ താനും കാണുമെന്നർത്ഥം. എന്തായാലും എമ്പുരാൻ മലയാള സിനിമയുടെ ചരിത്രം മാറ്റി എഴുതിക്കൊണ്ട് രംഗത്ത് വരുമ്പോൾ തന്നെ അതിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ അത് കോളിളക്കം സൃഷ്ടിക്കുന്നു. ഒരുപക്ഷെ ഒരു സിനിമ ഇറങ്ങിയ അതേ ദിവസം ഇത്രയേറെ രാഷ്ട്രീയ കോളിളക്കം സൃഷ്ടിച്ച മറ്റൊരു സിനിമയും മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ടാവില്ല.